നമസ്കാരം. ഡോക്ടർ എസ് ആനന്ദ്. എൻ്റെ മകൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ അക്കാദമിക് ഇയറിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ കുട്ടി വന്നിട്ട് ഞങ്ങളുടെ അടുത്തിരുന്ന 2-3 കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ. സ്കൂളിലെ ക്യാൻറ്റീനിൽ വെച്ചാണ് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്. ഞങ്ങളൊരു 3 കുട്ടികളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് പോയത്. ഞങ്ങൾക്ക് ചെറിയൊരു വിഷമം തോന്നി. ആ പാർട്ടിയിൽ പങ്കെടുത്തിട്ട് മറ്റു കുട്ടികൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് നല്ലതായിട്ട് വിഷമം വന്നു. അപ്പം ഞാൻ ചോദിച്ചു, മോളെ, നിങ്ങൾ കുട്ടികളുടേതായ രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളോ അങ്ങനെ വല്ലതുണ്ടോ നിങ്ങളെ ഒഴിവാക്കാൻ? അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ലച്ചാ, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എനിക്ക് അവളോട് പറയേണ്ടി വന്നു, മോളെ, നമ്മളുടെ തെറ്റുകൊണ്ടല്ലാതെ, നമ്മുടെ ഭാഗത്തൊരു വീഴ്ചയില്ലാതെ നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയാൽ അതൊരിക്കലും നമ്മളുടെ കുറവായിട്ട് കാണരുത്. അതിൻ്റെ പേരിൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. കുട്ടികളല്ലേ, ഒരു ഡെവലപ്മെൻറ്റ് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. എന്നാൽ മുതിർന്നവരായ നമ്മളും പല സന്ദർഭങ്ങളിലും ഇതുപോലുള്ള ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പം നേരിടുന്നവരുണ്ടാകാം, അതിൽ വിഷമിക്കുന്നവരുണ്ടാകാം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ തെറ്റുകൊണ്ടല്ലാതെ, നമ്മളുടെ കുറ്റം കൊണ്ടല്ലാതെ ഒരാൾ നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ അത് അയാളുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ്. അയാളുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അയാൾക്ക് ശരിയായ ഒരു സെൽഫ് കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ ബോധമോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുമാത്രമല്ല, ഒരു ടോക്സിക്കായ പേഴ്സൺ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. വെറുതെ ഒരു വിഷപദാർത്ഥം എടുത്ത് നമ്മൾ മനസ്സിനോടും ശരീരത്തോടും ചേർത്ത് വയ്ക്കില്ലല്ലോ. അതോടൊപ്പം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കുന്ന, നമ്മളെ അംഗീകരിക്കുന്നവരുമായി നമ്മൾ സമയം ചിലവഴിക്കണം. ഇപ്പോൾ ഒരു ഗ്ലാസ്സിലൊരു വെള്ളം ഇരിക്കുകയാണ്, അതിൽ കുറച്ച് പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഇത് പതുക്കെ ഒന്ന് അടിഞ്ഞു വന്ന് ആ വെള്ളം ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. ബി കൂൾ, ക്ഷമയോടിരിക്കും. നമ്മളുടെ കുറ്റവും തെറ്റും കൊണ്ടല്ലാതെ, അത് ഓഫീസിലാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മളുടെ കുറവില്ലാതെ അവർ നമ്മളെ ഒഴിവാക്കുന്നെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റി പ്രോബ്ലമാണെന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരിക്കലും നമ്മുടെ പ്രയാസമായി എടുക്കരുത്. ബി കൂൾ, ക്ഷമയോടിരിക്കും. നിങ്ങളുടെ സമയത്തിന് വാല്യൂ നൽകുന്നവരുമായി സമയം ചെലവഴിക്കും. സന്തോഷമായി ജീവിക്കും.